യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ വന്നിട്ടുള്ളത് യൂറോ യു എസ് ഡിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ ബുള്ളറ്റ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ലണ്ടൻ സെഷനിലായിരുന്നു ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഒരു ലണ്ടൻ സിൽവർ ബുള്ളറ്റ് എൻട്രിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി വൺ ഡേ ടൈം ഫ്രെയിം ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡെയിലി FVG ലെവൽ ഉണ്ടായിരുന്നു. ആ FVG ലെവൽ മാർക്കറ്റ് ഓൾറെഡി റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓവറോൾ ഒരു ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരുന്നു. സോ അതിന് സപ്പോർട്ടീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ബയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻട്രിയും കൂടി ആയിരുന്നു നമുക്ക് ഒരു സിൽവർ ബുള്ളറ്റ് ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഏരിയയിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മോട് കാണാൻ പറ്റും ഇവിടെ ഒരു മേജർ ലിക്വിഡിറ്റി, ഇത് ഏഷ്യൻ സെഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏഷ്യൻ സെഷൻ ഓക്കെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു സെഷൻ്റെ ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഷൻ മാർക്കറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സെഷൻ്റെ ഹൈ ലോ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്തിടുക. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലണ്ടൻ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ഇവിടെ കാണാൻ പറ്റും 12:30. ഓക്കെ, അതും അതുപോലെ ഒരു എൻഡിങ് ടൈം 12:30 ടു 13:30 എന്നുള്ള ആ ടൈം വിൻഡോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നേരെ 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കൺഫർമേഷൻ ട്രേഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ കാണാം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏഷ്യൻ സെഷൻ്റെ ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ക്ലിയർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MS നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ MS തരാൻ കാരണമായിട്ടുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഡിമാൻഡ് ഈ ഒരു ഡിമാൻഡാണ്. ഓക്കെ, ആ ഡിമാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു FVG, ഒരു ചെറിയൊരു FVG കാണാൻ പറ്റും. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി മാർക്കറ്റ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ലണ്ടൻ സെഷൻ്റെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾ ലിക്വിഡിറ്റീസ് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റിൽ MS തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ള ആ ഒരു FVG അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ ട്രേഡ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു FVGൻ്റെ ഓപ്പണിംഗിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ലോൻ്റെ താഴെ. ഒബിയസ്ലി ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏഷ്യൻ്റെ ഹൈ അല്ലാന്നുണ്ടെങ്കിൽ 1:2. ഓക്കെ, സോ നമുക്കിവിടെ ലോജിക് ഉണ്ട്, ഏഷ്യൻ്റെ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഇതുവരെ സ്വീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലോജിക്കലായിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആ ഒരു സോണിന്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് വീണ്ടും വന്നിട്ട് ഒരു ലിക്വിഡിറ്റി ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ലിക്വിഡിറ്റി ഇൻഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി ആ ഒരു ലണ്ടൻ ഓപ്പണിംഗ് ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ സോണ് വന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ആ ഒരു സോണിന്റെ തൊട്ടടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി അവിടെ FVG അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ഓർഡർ ലോക്ക് എല്ലാ കൺഫർമേഷൻ നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലിമിറ്റ് പ്ലേസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്തു, മാർക്കറ്റ് വിത്തിൻ ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഈസി ആയിട്ട് മാർക്കറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.